ഒരു വർഷം മുമ്പ് നമ്മൾ ഈ ഒരു സേഫ്റ്റി പിൻ ട്രേഡ് ചെയ്തപ്പം നമുക്കൊരു പുതിയ വീട് കിട്ടി. ആ വീട് നമ്മൾ ഗിഫ്റ്റായിട്ട് കൊടുക്കാൻ പോകുന്നത് സിന്ധു ചേച്ചിക്കാണ്. അതുകൊണ്ട് എൻ്റെ ഇപ്രാവശ്യത്തെ ഓണം അവരുടെ കൂടെ ആ ഒരു ചെറിയ വീട്ടിലായിരുന്നു. ഇത് നമ്മുടെ ഈ ചെറിയ വീട്ടിലെ ലാസ്റ്റ് ഓണമാണ്. ശരിക്കും ഓണം ആഘോഷിച്ചിട്ടുണ്ടോ ഈ വീട്ടില്? ഇല്ല. ഓണം ഇതുവരെ ആഘോഷിച്ചിട്ടില്ല. ഓണം ഇതുവരെ ആഘോഷിച്ചിട്ടില്ല. നമ്മൾ അടുത്ത വർഷം ഒരു പുതിയ വീട്ടിൽ അടിപൊളിയായിട്ട് ഓണം ആഘോഷിക്കുന്നതായിരിക്കും അല്ലേ? ഇവരൊറ്റയ്ക്കല്ല, കൂടെ ഒന്ന് ആഘോഷിക്കാനായിട്ട് എല്ലാവരും കൂടെ വന്നതാണ്. എൻ്റെ ഫ്രണ്ട്സ് എല്ലാം ഉണ്ട്. അപ്പം ചുമ്മാ ഒന്ന് ചിരിപ്പിക്കാൻ വേണ്ടി വന്നത്. ഇപ്പം നമ്മൾ നിൽക്കുന്നത് കൊല്ലത്താണ്. നമ്മൾ സേഫ്റ്റി പിൻ ചലഞ്ച് കംപ്ലീറ്റ് ആക്കി ഒരു വീട് മേടിച്ചില്ലേ, ആ വീട് പണിത് കൊടുക്കുന്ന സ്ഥലത്താണ് ഞാനിപ്പം നിൽക്കുന്നത്. അപ്പം ഇപ്രാവശ്യത്തെ ഓണം നമ്മൾ ആ ഒരു ചെറിയ വീട്ടിലാണ് ആഘോഷിക്കാൻ പോകുന്നത്. ബാക്കി അപ്ഡേറ്റ്സും വീടിൻ്റെ കാര്യവും എല്ലാം ഞാൻ ഈ വീഡിയോക്കകത്ത് പറയുന്നതായിരിക്കും. അപ്പം നമുക്ക് അങ്ങോട്ട് പോകാം. ഇതാണ് നമ്മുടെ സിന്ധു ചേച്ചിയുടെ വീട്. ചേച്ചി അവിടെ ചിരിച്ചോണ്ട് ഇപ്പുണ്ട്. വാ. ഹലോ, എന്നോണ്ട് വിശേഷം? ഇതാണ് നമ്മുടെ സിന്ധു ചേച്ചിയുടെ മോള്. അവനെന്തി സ്കൂളിൽ പോയി. ഒരാളും കൂടെ ഉണ്ട്, അവൻ സ്കൂളിൽ പോയേക്കാം. മോളുടെ പേര് ഞാൻ മറന്നു. പിന്നെ പ്രായമായില്ലേ? ഇന്നത്തെ എൻ്റെ ലക്ഷ്യം ഇത്രേ ഉള്ളൂ, ഈ വീട്ടിലുള്ള എല്ലാവരെയും ഒന്ന് സന്തോഷിപ്പിക്കുക. കാരണം ഞാൻ ഇതിനു മുമ്പ് 2 തവണ വന്നപ്പോഴും ആരും അത്രയ്ക്ക് ഹാപ്പി അല്ലായിരുന്നു. ഇതാണ് നമ്മുടെ സിന്ധു ചേച്ചി. ആദ്യമൊക്കെ കരച്ചിലായിരുന്നു, ഇപ്പം നമ്മൾ ചിരിച്ചോണ്ടാണ് ഇരിക്കുന്നത്. അതാണ് നമ്മുടെ മാറ്റം. എങ്ങനെയുണ്ട്? ചേട്ടന് വയ്യാതൊക്കെ ഇരിക്കുമായിരുന്നു, ഇപ്പൊ ഓക്കെ ആയി. പായസം ഞങ്ങൾ മേടിച്ചിട്ടുണ്ട്. അയ്യോ കുഴപ്പമില്ല. ചേച്ചി പായസമൊക്കെ വെച്ചല്ലേ? ഞങ്ങൾ മേടിച്ചിട്ടുണ്ട്. കുഴപ്പമില്ല, ഇവിടുന്ന് ഞങ്ങൾ വെച്ചത് ഇച്ചിരി കുടിക്കേ. നമുക്ക് പായസം കുടിക്കാം. കമോ. ഞാൻ വെച്ചത് വേണോ കൊണ്ടുവന്നത് വേണോ? എല്ലാം എടുത്തു. അല്ല, ചേച്ചി തന്നെ കുടിച്ചു, ഞാൻ തന്നെ എടുത്തോളാം. നമ്മൾ ആഘോഷിക്കുമല്ലേ? ഞങ്ങൾക്ക് ഗ്ലാസ്സുകളൊക്കെ കുറവാണ്. ഞങ്ങൾക്ക് ഒരാൾ തന്നതായത്. ഗ്ലാസ് ഒക്കെയോ? ഗ്ലാസ് ഇന്നാൾ വന്നപ്പോ കണ്ടോ, ഒരു മൊന്തയ്ക്കകത്ത് ഞാൻ വെള്ളം കൊടുത്തോ കുടിക്കാൻ. ആർക്കാ വേണ്ടേ പായസം? ആർക്കാ വേണ്ടേ? മാമ മോന് അമ്മര് ഒഴിച്ചു തന്നതാ. ഇതാണ്ട് നമുക്ക് എല്ലാവർക്കും ഒഴിച്ചു തരുന്നുണ്ട്. അടുക്കളയിലെ ഞാനാ. ഈ ഒരു ചെറിയ വീട്ടില് അവർക്ക് ഡ്രസ്സ് മാറാനും കിടക്കാനും ഒന്നും സ്ഥലമില്ല. ചേച്ചി കുടിയ ഞങ്ങളെ മോനാത്. നമ്മൾ ശരിക്കും സദ്യയൊക്കെ പ്ലാൻ ചെയ്തതാണ്, പക്ഷെ അതിനുള്ള ഇടയില്ല ഇതിനകത്ത്, സൗകര്യമില്ല. ഞങ്ങള് കഴിഞ്ഞ പ്രാവശ്യം അണ്ണൻ 2 ആയിട്ട് കിടന്നായിരുന്നു. അമ്മ ഫസ്റ്റ് വന്നപ്പോ 2 2 ഉണ്ടായിരുന്നു. അപ്പോഴും ഞങ്ങൾ ഇതേപോലെ പാത്രത്തിനകത്തായിരുന്നു ഞങ്ങൾ കഴിച്ചു. നമ്മള് കഴിഞ്ഞ വർഷം തൊട്ട് അങ്ങോട്ട് ഓണം. ശരിക്കും ഓണം ആഘോഷിച്ചിട്ടുണ്ടോ ഈ വീട്ടില്? ഇല്ല. ഓണം ഇതുവരെ ആഘോഷിച്ചിട്ടില്ല. ഓണം ഇതുവരെ ആഘോഷിച്ചിട്ടില്ല. ഇല്ല മോനെ, എൻ്റെ അച്ഛൻ്റെ മരണം, എൻ്റെ ഇളയ ആങ്ങളുടെ മരണം, മൂത്ത ആങ്ങളുടെ മരണം. അപ്പൊ ഓണമൊക്കെ നമുക്ക് എന്തുവാ. പിന്നെ അണ്ണൻ്റെ ഈ വീഴ്ച. അതെ. പിന്നെ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ആണെങ്കിൽ പട്ടിണി നാൽതിരിയൊക്കെ ആയിരുന്നു. നമുക്ക് കഞ്ഞി വയ്ക്കാൻ പോലെ. ഇനി പറയണ്ട. അടുത്തൊന്നും ഇതൊന്നും കാണത്തില്ല. എല്ലാ പ്രാവശ്യവും നമുക്ക് അങ്ങനെ പോകാൻ പറ്റത്തില്ല, എന്തെങ്കിലുമൊക്കെ മാറ്റം വേണം. പക്ഷെ ഇന്ന് ഇവർ ചിരിക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണം ഈ വീഡിയോ കാണുന്ന നിങ്ങളും കൂടെയാണ്. അത് മാത്രമല്ല, എൻ്റെ കൂടെ നിന്ന നല്ല കുറെ ഫ്രണ്ട്സും ഉണ്ട്. ചേട്ടനെ പോലെ കൂടെ നിന്ന അനന്തു ചേട്ടനും ഉണ്ട്. അതെ, ഇതാണ് നമ്മുടെ ഇപ്പോഴത്തെ വീട്. നമ്മൾ പണിയാൻ പോകുന്ന വീട് ഇവിടെയാണ്. നമ്മൾ ശരിക്കും ഇന്നൊരു പുതിയ വീട്ടിൽ നിൽക്കേണ്ടതായിരുന്നു. പക്ഷെ ഈ സ്ഥലത്തിന്റെ പ്രശ്നവും മഴയും പിന്നെ ചേട്ടന്റെ ഹെൽത്തും ഒക്കെ കാരണം കുറച്ച് ഡിലേ ആയി. പക്ഷെ ഇതിനെല്ലാം ഒരു മാറ്റം വരും. അങ്ങനെ പായസമൊക്കെ കുടിച്ചു കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചിറങ്ങുവാണ്. അപ്പൊ ഞങ്ങൾ പോകട്ടെ. അടുത്ത കൊല്ലം നമുക്ക് അടിപൊളിയായിട്ട് ആഘോഷിക്കാം. അപ്പൊ ഞാൻ പോട്ടെ. ഇനി ഒരു ചെറിയ കാര്യം കൂടെ എനിക്ക് ചെയ്തു തീർക്കാനുണ്ട്. ഇതാണ് ശങ്കരൻ. കഴിഞ്ഞ തവണ ഞാൻ വന്നപ്പം ശങ്കരന്റെ 2 ഫോട്ടോ എടുത്തായിരുന്നു. പക്ഷെ അത് അന്ന് അയച്ചു കൊടുക്കാൻ മറന്നുപോയി. ഇന്ന് എന്നെ കണ്ടപ്പം ശങ്കരൻ കയ്യോടെ പൊക്കി. ബൈ ദ വേ ഫോട്ടോ ഒക്കെ അയച്ചു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ശങ്കരനോടും ബൈ പറഞ്ഞ് ഞങ്ങൾ നേരെ വീട്ടിലേക്ക്. വലിയ ആഘോഷങ്ങളൊന്നും ഇല്ലായിരുന്നെങ്കിലും എൻ്റെ ലൈഫിൽ ഞാൻ ഏറ്റവും കൂടുതൽ സന്തോഷിച്ച ഓണം ഇതാണ്. യൂട്യൂബ് ഒരു കരിയർ ആക്കിയതിൽ ഞാനും ഇന്ന് സന്തോഷിക്കുന്നുണ്ട്.